ഇതാണ് സുസുക്കി ജിംനി. സുസുക്കിയുടെ ഒരു 4x4 SUV. ജിംനിയെ പറ്റി ഹേറ്റേഴ്സ് ഒരുപാട് പറയുന്നത് കേൾക്കാം. ചെറിയൊരു വാഹനമാണ്, പവർ ഇല്ല, ചെറിയ ടയറുകൾ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല, ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ. പക്ഷെ ഓഫ് റോഡ് കാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും ആൾക്കാർ ഈ ഒരു വാഹനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. കാരണം ജിംനിക്ക് ഓഫ് റോഡിൽ വൻ പെർഫോമൻസും അതുപോലെ സ്റ്റണ്ട് മനൂവേഴ്സ് ഒക്കെ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹേറ്റേഴ്സ് ഉണ്ടാവാനും അതുപോലെ അവർ അങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാരണം ശരിക്കും ആളുകൾ ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യുന്നത് മഹീന്ദ്ര താറുമായിട്ടാണ്. ശരിക്കും അങ്ങനത്തെ ഒരു കമ്പാരിസൺ പാടില്ല നമ്മൾ സ്പെക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ. പക്ഷേ പ്രൈസ് റേഞ്ച് കാരണമായിരിക്കാം മെയിനായിട്ട് അങ്ങനത്തെ ഒരു കമ്പാരിസൺ വരാനുള്ള ഒരു കാരണം. ജിംനി ഇറങ്ങിയ സമയത്ത് 18 ലക്ഷം രൂപയായിരുന്നല്ലോ വില. അത് പിന്നെ അവർ പ്രൈസ് കുറച്ചു. അവർ പ്രൈസ് റേഞ്ചിൽ ശരിക്കും നമുക്ക് താർ അവൈലബിൾ ആണ്. അതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനത്തെ ഒരു കമ്പാരിസൺ വരാനുള്ള ഒരു കാരണം. സ്പെക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ജിംനിയിൽ വരുന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ്. അതിൽ 103 ഹോഴ്സ് പവറും 134 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. താറിൻ്റെ പെട്രോളിലേക്ക് വരുമ്പോൾ 2 ലിറ്റർ എഞ്ചിനാണ്. അതിൽ നിന്ന് 150 ഹോഴ്സ് പവറും 320 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. അതായത് ജിംനിയുടെ ടോർക്ക് എന്ന് പറയുന്നത് തന്നെ താറിൻ്റെ ഹോഴ്സ് പവറിനെക്കാട്ടിൽ എത്രയോ കുറവാണ്. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ശരിക്കും ജിംനിയെ സഹായിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ ജിംനിക്ക് പവർ കുറവാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള വെയിറ്റും കുറവാണ്. 1210 കിലോഗ്രാം കെർബോ വെയിറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു വാഹനം ശരിക്കും പറയുകയാണെങ്കിൽ ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. ഏകദേശം ഒരു 13-14 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം മാർക്കറ്റിൽ വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ സെയിൽ നടത്താമായിരുന്നേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പോൾ നമ്മൾ റോട്ടിലൊന്നും അധികം ജിംനിയെ കാണാറില്ലല്ലോ പുതിയത്. ഇനി എന്തൊക്കെ തന്നെ ആയാലും താറിൻ്റെ ജനപ്രീതിയെയും സെയിലിനെയും ഫാൻസിനെയും വെട്ടിക്കാനൊന്നും സുസുക്കി ജിംനി ആയിട്ടില്ല. അത് വേറെ കാര്യം.